finish. Lovely touch again. Kevin Yoke. Srikuttan wanted it played early. വിജയിക്കുക, അതും ബഗാനെതിരെ, ലബോറയ്ക്കെതിരെ. അങ്ങനെ ഒരു മോഹം പോലും മുന്നേ കരുതാതിരുന്ന ഒരു മത്സരം. എങ്കിലും നാളുകളേറെയുള്ള കാത്തിരിപ്പുകൾക്കൊടുവിൽ അവർ നമുക്ക് വേണ്ടി വിജയിക്കുമെന്നൊരു ചിന്ത കലങ്ങി മറിഞ്ഞതാണ്. പക്ഷേ 2 ഗോളുകൾ വഴങ്ങി പരാജയപ്പെടുന്നുണ്ട്. എല്ലാ കണക്കുകളും അവരുടെ കൂടെയായി മത്സരം. അവസാനം ഇഞ്ചുറി ടൈമിൽ ബഗാൻ സീൽ ചെയ്യും വരെ ഡിഫൻസ് ഗെയിം വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പക്ഷേ മരിച്ച മനസ്സുകളുമായി സാൾട്ട് ലേക്കിൽ തീരുമെന്നുറപ്പിച്ച മത്സരത്തിൻ്റെ അവസാന ഘട്ടം മിനിറ്റ് സൂചി ഏകദേശം 70 മിനിറ്റും കടന്ന് സഞ്ചരിച്ച സമയം നിരാശയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ട്. ഇടത് വിങ്ങിലെ അയാളുടെ ഫ്രഞ്ച് നൃത്തം ബഗാൻ താരങ്ങളെ പൊള്ളിക്കുന്നുണ്ട്. പൊളിയാത്ത പ്രതിരോധപ്പൂട്ടിനും വിശാൽ കേത്തിനും മുന്നിലൂടെ ഒരു ക്രോസ് അയാൾ പായിക്കുന്നുണ്ട്. ഒരു നിമിഷം മഞ്ഞക്കുപ്പായത്തിലെ ഒരാളുടെ സാന്നിധ്യം അതിലേക്ക് പതിഞ്ഞിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നായേനെ. നീണ്ട നാളുകൾക്ക് ശേഷം തങ്ങളുടെ ടീം കളത്തിലേക്ക് ഇറങ്ങുന്നു. മനസ്സിൽ പതിഞ്ഞ പേരുകളൊന്നും ആ കൂട്ടർക്കിടയിലില്ല. രക്ഷിക്കാൻ ലൂണയുമില്ല. അങ്ങനെ ഒരു മത്സരം അവസാനിക്കുമ്പോൾ നിരാശ ബാധിക്കേണ്ടിയിരുന്ന ആരാധകരുടെ മനസ്സ് നിറച്ചത് ആരൊറ്റ പേരായിരുന്നു. വരും മത്സരങ്ങൾക്ക് നോഹ സമ്മാനിച്ച പലതും എന്തിന് അതിന് മുകളിലും തരാൻ സാധിക്കുമെന്ന വിശ്വാസം വിതച്ചവൻ. അതെ, എവരി വൺ സ്പീക്കിംഗ് അബൌട്ട് കെവിൻ യോക്ക്. കേട്ടതൊന്നും കെട്ടുകഥയല്ല, അയാൾ തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. അതെ, പുതിയ ചരിത്രം തീർക്കാൻ ബ്ലാസ്റ്റേഴ്സ് സാരഥികളുടെ രക്ഷകനാകുവാൻ ISL മൈതാനങ്ങളെ വിറപ്പിക്കുവാൻ അയാൾക്ക് സാധിക്കട്ടെ. വെയിറ്റ് ഫോർ ദാറ്റ്.